വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായിട്ടുള്ള തെരച്ചിൽ 10ാം നാളിൽ എത്തിയിരിക്കുന്നു. 30ാം തീയതി ഈ വാർത്ത വന്ന ആ ദിവസം ഡെസ്കിൽ ആദ്യം എത്തിയത് ഞങ്ങളായിരുന്നു. അപ്പം ആദ്യം ഒരു മരണം, ഒരു കുട്ടിയുടെ മരണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം മരണം, അതിനുശേഷം പിന്നെ കണ്ണീരണിയിക്കുന്ന കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ 10ാം നാളിൽ കൺമുന്നിൽ ഇങ്ങനെ അങ്ങ് വളരുകയായിരുന്നു അല്ലേ, അതിൻ്റെ ഒരു വ്യാപ്തിയും രൗദ്രഭാവവും ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഞെട്ടലും ഒക്കെ ആയിരുന്നു. ഏതായാലും ഇനി അങ്ങോട്ട് രജനി തന്നെ പറഞ്ഞ പോലെ അതിജീവനത്തിന്റെ കാലമാണ്. പക്ഷെ തിരച്ചിൽ ഉപേക്ഷിക്കാൻ വയ്യ അല്ലെ. ഇന്നത്തെ തിരച്ചിൽ ഇന്നലെ മൃതദേഹ ഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധന. തിരച്ചിലിന് കടാവർ നായകളും ഉണ്ടാകും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിൽ ഉണ്ടാകും. 6 സോണുകളായി തിരിഞ്ഞാകും തിരച്ചിൽ. അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകളും ഇന്ന് നടക്കും. മനോജ് ചേരുന്നുണ്ട് അല്ലേ. മനോജ്, 2 കാര്യങ്ങളാണ് ഇതിൽ അറിയേണ്ടത്. ഒരു ഭാഗത്ത് തിരച്ചിൽ തുടരുന്നു. എത്ര സങ്കീർണമാണ് അതല്ലെങ്കിൽ എത്ര കഠിനമാണ് ഇത്രയും വലിയ പ്രദേശത്ത് ഈ പൊട്ടി ഒലിച്ച് മണ്ണിനും പാറകൾക്കും ഇടയിൽ നിന്നിനി എന്താണ് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്, എവിടെ തിരയണമെന്നുള്ളത്. 2, പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വിശദാംശങ്ങൾ വാർത്തയായി തന്നെ നൽകിയിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് കേവലം ഒരു പ്രഖ്യാപനമല്ല, അത് കാരണം ദുരന്തബാധിതർക്ക് ആ പ്രദേശത്തിന് പുനരധിവാസത്തിന് ഒക്കെ ലഭിക്കാവുന്ന വലിയ ആനുകൂല്യങ്ങളുടെ ഒരു വശം കൂടി അതിനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും പരിശോധനകളും ഇന്ന് നടക്കും അല്ലേ മനോജ്? തീർച്ചയായും പ്രദീപിള്ള, ഇന്ന് തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും ഈ പ്രത്യേക സംഘം പരിശോധിക്കുക. കാരണം കഴിഞ്ഞ ദിവസം അവിടെ നിന്നും ഒരു ശരീരഭാഗം ലഭിച്ചിരുന്നു. അതോടനുബന്ധിച്ച് തന്നെ, അതായത് സൂചിപ്പാറയിൽ നിന്നും പോത്തുകല്ല് വരെയുള്ള പ്രദേശം കൂടുതൽ മനുഷ്യർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെ നിന്നും ഉരുളുപൊട്ടി ഈ ജലത്തിലൂടെ ഒലിച്ചുപോയ കുറേയധികം മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഈ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് പ്രത്യേക സംഘം ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ പതിവ് രീതിയിലുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുക. അതിനുവേണ്ടി സൈനികരടങ്ങുന്ന സംഘം അല്പസമയത്തിനകം തന്നെ ഈ ബെയിലി പാലത്തിലൂടെ അങ്ങോട്ടേക്ക് കടക്കും. എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരമായി തിരച്ചിൽ നടക്കുകയാണ്. ഇതിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി പേരെ കിട്ടാനുണ്ട്. ഈ മണ്ണിനും ഈ പാറക്കഷ്ണങ്ങളുമൊക്കെ അടിയിൽ ഈ പരിശോധന എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണം തന്നെയാണ്. കാരണം ഈ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് യന്ത്രസാമഗ്രികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം തിരച്ചിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ നേരിട്ട പ്രതിസന്ധി അത് തന്നെയായിരുന്നു, ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നാൽ ബെയിലി പാലം വന്നതിലൂടെ ഈ വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിച്ച് ഈ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ പരിശോധന നടക്കുന്നു. ഓരോ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അവിടെ കുഴിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. അതുപോലെ തന്നെ ഈ വനമേഖലയിലുള്ള പരിശോധന വനം വകുപ്പും കോസ്റ്റ് ഗാർഡും ഒക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ പുഴയോരത്തും ഒക്കെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ശനിയാഴ്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തുന്നുവെന്നുള്ള വിവരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനം വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. കാരണം ഈ ആവശ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്ന സമയം തന്നെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനത്തോടു കൂടി നമുക്കതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സഹായങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ കൂടുതലായി അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം അത് ഈ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു പിന്തുണ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് എന്ത് തരത്തിലുള്ള പിന്തുണ വേണമെങ്കിലും അത് കൃത്യമായി നൽകും എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സൈനികരുടെ ഈ ഒരു പ്രവർത്തനം ആദ്യഘട്ടം മുതൽ തന്നെ സൈനികർ ഇങ്ങോട്ടേക്ക് എത്തി വളരെയധികം പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തി നിരവധി പേരെ രക്ഷപ്പെടുത്തി. അതോടൊപ്പം സംസ്ഥാനത്തിലെ വിവിധ വകുപ്പുകൾ, അതായത് ഫയർഫോഴ്സ്, അതുപോലെ തന്നെ മറ്റ് പോലീസ് അടങ്ങുന്ന സന്നാഹം ഇതിനു വേണ്ടിയിട്ടുള്ള
പരിശ്രമത്തിൽ തന്നെയായിരുന്നു, നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഈ സമാനതകളില്ലാത്ത ഒരു ദുരന്തം തന്നെയാണ്. ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. ഈ ഒരു മേഖല നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. കാണുമ്പോൾ തന്നെ വളരെയധികം ഭീകരതയുള്ള ഒരു ദുരന്തം, ഒരു നാടിനെയാകെ കവർന്നെടുത്ത ദുരന്തം. അതിൽ ഒട്ടനവധി ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും നിരവധി പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഇതുവരെ കണ്ടുകിട്ടാത്തവരുണ്ട്, കണ്ടുകിട്ടിയവരെ തിരിച്ചറിയാത്തവരുണ്ട്. അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മൃതദേഹങ്ങൾ ഓരോ ദിവസങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരഭാഗങ്ങൾ ലഭിക്കുന്നു, അത് DNA സാമ്പിൾ അയച്ചതിന് ശേഷം ബാക്കിയുള്ള ശരീരഭാഗം സംസ്കരിക്കുന്നു. ഇതൊക്കെയാണ് നിരന്തരമായി ഇങ്ങനെ ഓരോ ദിനവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹം വിമാനമാർഗം എത്തി. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഈ ബെയിലി പാലത്തിനടുത്തേക്ക് എത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഈ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച് അതിനുശേഷം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും എത്തുമെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം ഇന്ന് ഇവിടേക്ക് എത്തുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും സാധാരണ പതിവ് രീതിയിലല്ലാതെ പ്രത്യേക സംഘത്തെ, കഴിഞ്ഞ ദിവസവും 12 അംഗ സംഘമാണ് ഈ തിരച്ചിലിന്റെ ഭാഗമായി സൺറൈസ് വാലിയിൽ പോയിരുന്നത്. അതേ സംഘം ഇന്നും അങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സൺറൈസ് വാലിയെ സംബന്ധിച്ചിടത്തോളം 2 വെള്ളച്ചാട്ടങ്ങൾ ഇതിന് സമീപത്തായുണ്ട്. ആ വെള്ളച്ചാട്ടങ്ങളിലും അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ഈ പ്രതിസന്ധി നേരിടുന്ന കുറേയധികം പ്രദേശങ്ങളുണ്ട്. കാരണം അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അവിടേക്കാണ് ഈ സംഘം കടന്നു ചെല്ലുക. സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടെ നിന്നും ദുർഗന്ധം വരുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ്. കാരണം ഈ നാട്ടിൽ ജീവിച്ചവർക്ക് ഏതൊക്കെ പ്രദേശത്ത് ഇത്തരത്തിൽ കൂടുതൽ വീടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ളൂ, ഇതൊക്കെ തന്നെ അവരുടെ കൂടെ ഈ വിവരങ്ങൾ, അവർ നൽകുന്ന വിവരങ്ങൾ കൂടെ ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്.